ആരംഭിച്ച് കേരള തുളു അക്കാദമി. പ്രതിഷേധവുമായി പ്രദേശവാസികളും തുളു പ്രേമികളും. 2 പതിറ്റാണ്ട് മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ മഞ്ചേശ്വരം ഹൊസങ്കടി ദുർഗിപ്പള്ളത്തിൽ ഉദ്ഘാടനം ചെയ്ത അക്കാദമിയാണിത്. തുളു ഭാഷയുടെയും സംസ്കാരത്തിന്റെയും നാടൻ പൈതൃകത്തിന്റെയും പ്രധാന കേന്ദ്രമായി കാസർഗോഡ് ജില്ലയിൽ സ്ഥാപിച്ച കേരള തുളു അക്കാദമിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലമായി. 2 പതിറ്റാണ്ട് മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ മഞ്ചേശ്വരം ഹൊസങ്കടി ദുർഗിപ്പള്ളത്തിൽ ഉദ്ഘാടനം ചെയ്ത അക്കാദമിയാണിത്. പ്രമുഖ തുളു പണ്ഡിതൻ ഡോക്ടർ വെങ്കട്ടരാജ പുണിഞ്ചിത്തായയുടെ നേതൃത്വത്തിൽ ആദ്യകാലത്ത് അക്കാദമി വളരെ സജീവമായിരുന്നു. തിരുവനന്തപുരം, മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുകയും തെമ്പര എന്ന പേരിൽ 3 മാസത്തിലൊരിക്കൽ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം അക്കാദമി ഓഫീസിനു മുന്നിൽ സ്ഥിരമായി പൂട്ടുവീണിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ലൈബ്രറിയും കോൺഫറൻസ് ഹാളും ഉണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് ഇവ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ചുരുക്കം ചില പരിപാടികൾ ഒഴിച്ചാൽ സാഹിത്യ പ്രസിദ്ധീകരണങ്ങളും ഗവേഷണങ്ങളും അക്കാദമിക് പ്രവർത്തനങ്ങളും പൂർണ്ണമായും സ്തംഭിച്ച മട്ടാണ്. പ്രമുഖരുടെ നേതൃത്വമുണ്ടായിട്ടും തുളുഭവൻ ഇന്ന് വെറുമൊരു പേരിനു മാത്രമായി ഒതുങ്ങിപ്പോയതിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. അതേസമയം ആരോപണങ്ങൾ മുൻ തുളു അക്കാദമി പ്രസിഡന്റ് KR ജയാനന്ദ തള്ളി. കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്ത് മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്നും തന്റെ ഭരണകാലത്ത് നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങളിൽ തെറ്റായ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുളു ഭാഷയുടെയും സംസ്കാരത്തിന്റെയും ഉന്നമനത്തിനായി സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും പുരസ്കാരങ്ങൾ നൽകണമെന്നും ഗവേഷണങ്ങളടക്കമുള്ള അക്കാദമിക് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കണമെന്നും നാട്ടുകാരും തുളു സ്നേഹികളും ആവശ്യപ്പെടുന്നു. 2007 കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരള തുളു അക്കാദമി ഉണ്ടാക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായി ഡോക്ടർ വെങ്കട്ടരാജ് പുണിഞ്ചിത്തായ അധികാരം ഏറ്റെടുത്ത ശേഷം നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തുളു ഭാഷയ്ക്ക് ലിപിയില്ല എന്ന കാര്യം അന്ന് പുണിഞ്ചിത്തായയുടെ തുളു ഭാഷൻ്റെ ലിപികൾ കണ്ടുപിടിച്ചതോടു കൂടി അതില്ലതായി. കേരളത്തിൻ്റെ തുളു അക്കാദമി ഞാൻ ചെയർമാനായ കാലത്ത് കഴിഞ്ഞ 3.5 കൊല്ലക്കാലം നമ്മൾ നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ആ പരിപാടി എന്ന് പറയുന്നത് തുളു ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. തുളു ഭാഷയുടെ ലിപി കമ്പ്യൂട്ടറിൻ്റെ മുഖാന്തരം പഠിക്കാനുള്ളൊരു സംവിധാനം കൂടി അന്ന് ഉണ്ടാക്കി. അതുപോലെ തന്നെ തുളു ലിപിയുടെ കലണ്ടർ ഞങ്ങൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തുളു ഭാഷയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ തുളുനാട്ടിലെ തെയ്യംകെട്ടുമായി ബന്ധപ്പെട്ടതാണ്. ആ തെയ്യംകെട്ടിൻ്റെ കലാകാരന്മാർ ആദരിക്കുന്ന പരിപാടി കൂടി നമ്മൾ സംഘടിപ്പിച്ചു. ഏറ്റവും ഗംഭീരമായ പരിപാടിയായിരുന്നു ആ പരിപാടി. അത് കാസർഗോഡ് എഴനീർ മട്ടത്തിൽ വെച്ചാണ് അവിടെ ആ പരിപാടി സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് തുളു ഭാഷയുടെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് യക്ഷഗാനമാണ്. തുളുനാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ യക്ഷഗാനത്തിൻ്റെ 75 വയസ്സിനായിട്ട് കൂടുതലുള്ള 10-30ഓളം കലാകാരന്മാരെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടി കൊണ്ടവൂറു എന്ന സ്ഥലത്ത് നടത്തി. അതുപോലെ തന്നെ തുളുനാട്ടിൻ്റെ കാസർഗോഡ് മഞ്ചേശ്വർ താലൂക്കിൽ ദേശീയ അവാർഡും സംസ്ഥാന അവാർഡ് ജേതാക്കളായ അധ്യാപകമാർക്ക് സമ്മാനിക്കുന്ന ഒരു പരിപാടി കൂടി നമ്മൾ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ എല്ലാ കൊല്ലം പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവിധ സാംസ്കാരിക പരിപാടികൾ തുളു അക്കാദമി സംഘടിപ്പിച്ചു. അവിടെ ഒരു മിനി ഓഡിറ്റോറിയം നമ്മൾ നിർമ്മിച്ചു. ഇതെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാർ തരുന്ന ഫണ്ട് വളരെ ചുരുക്കമാണ്. ബജറ്റിൽ 10 ലക്ഷം രൂപ വെച്ചാലും നമുക്ക് നൽകുന്ന ഒരു 3-3.5 ലക്ഷം രൂപ ആയിരുന്നു. അതെല്ലാം വെച്ചുകൊണ്ട് നാട്ടുകാരെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുള്ളത്. ഗംഭീരം പരിപാടികളായിരുന്നു, എല്ലാവർക്കും അന്ന് അറിയാം. പക്ഷേ ഇപ്പോൾ ചില വാർത്തകൾ തുളു അക്കാദമിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പ് അതിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ രാജിവെച്ചു. അതിനുശേഷം ആ കമ്മിറ്റി പ്രവർത്തനത്തിലില്ല. സർക്കാർ പുതിയ കമ്മിറ്റി രൂപീകരിച്ചില്ല. അതുകൊണ്ട് അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പുതിയ കമ്മിറ്റി രൂപീകരിക്കുന്നതോടെ ആ കമ്മിറ്റി ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തൂ എന്നതാണ് ഞങ്ങൾക്ക് ഉള്ള അഭിപ്രായം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.